ഭൂകമ്പം വലിയ നാശം വിതച്ച മ്യാൻമറിൽ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളിൽ അഭിമാനമുണ്ടെന്ന് പ്രധാനമന്ത്രി. നമ്മുടെ മൂല്യങ്ങളിൽ വസുധൈവ കുടുംബകം അഥവാ ലോകം കുടുംബമാണ് എന്ന വികാരമുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലോകത്തിന്റെ സുഹൃത്തെന്ന നിലയിലുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ് ഇതിലൂടെ പ്രകടമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. साथियों, पिछले महीने म्यांमार में आए भूकंप की खौफनाक तस्वीरें आपने जरूर देखी होगी। भूकंप से वहां बहुत बड़ी तबाही आई। मलबे में फंसे लोगों के लिए एक एक सांस, एक एक पल कीमती था. ഭൂകമ്പം വലിയ നാശം വിതച്ച മ്യാൻമറിൽ ഇന്ത്യ അതിവേഗം രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വ്യോമസേനയുടെ വിമാനങ്ങൾ മുതൽ നാവികസേനയുടെ കപ്പലുകൾ വരെ എല്ലാം മ്യാൻമറിനെ സഹായിക്കാനെത്തി. അവിടെ ഭാരത സംഘം ഒരാശുപത്രിയും സജ്ജമാക്കി. പുതപ്പുകൾ, ടെന്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, മരുന്നുകൾ, ഭക്ഷണ സാധനങ്ങൾ തുടങ്ങി നിരവധി സാധനങ്ങൾ എത്തിച്ചു. 18 മണിക്കൂറോളം അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വൃദ്ധയെ ഇന്ത്യൻ സംഘം രക്ഷപ്പെടുത്തി. जो मलबे में 18 घंटों से दबी हुई थी, जो लोग अभी टीवी पर मन की बात देख रहे हैं, उन्हें उस बुजुर्ग महिला का चेहरा भी दिख रहा होगा. भारत से गई टीम ने उनके ऑक्सीजन लेवल को स्टेबल करने से लेकर फ्रैक्चर के ट्रीटमेंट तक इलाज की हर सुविधा उपलब्ध कराई. जब इस बुजुर्ग महिला को अस्पताल से छुट्टी मिली तो उन्होंने हमारी टीम का बहुत आभार जताया. ആ രക്ഷാപ്രവർത്തകർ കാരണമാണ് തനിക്ക് പുതുജീവൻ ലഭിച്ചതെന്ന് അവർ പറഞ്ഞു. നിരവധി പേർക്ക് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കണ്ടെത്താൻ ഇന്ത്യൻ സംഘം സഹായിച്ചു. മാണ്ഡലയിലെ ഒരു ആശ്രമത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും ഇന്ത്യൻ സംഘം രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് ബുദ്ധസന്യാസിമാരുടെ അനുഗ്രഹം ലഭിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാന കെട്ടിടങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും സംഭവിച്ച നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ എഞ്ചിനീയർമാരുടെ ഒരു സംഘത്തെ ഇന്ത്യ നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.